ഹായ് ഗായ്സ്, സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ഡെവിൾ വെയർസ് പ്രാഡ എന്ന കോൾഡ് ക്ലാസിക് മൂവിനെ പറ്റിയാണ്. ഇതിൽ ആൻ ഹാത്തവേയും മെറി സ്ട്രീപ്പുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അവർ ഒരുമിച്ച് അഭിനയിച്ച 2006 ഈ മൂവി ഇപ്പോഴും വളരെയധികം ആളുകൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ നോട്ടത്തെ ഫാഷൻ, ഗ്ലാമർ, ഹൈഫൈ ലൈഫ് എന്നൊക്കെ തോന്നാമെങ്കിലും ഇത് ആഴത്തിൽ പോകുന്ന സ്ത്രീകളുടെ അംബീഷൻ, കരിയർ പ്രഷർ, വർക്ക് ലൈഫ് ബാലൻസ്, ഒപ്പം ഫെമിനിസം എന്ന വിഷയത്തിലേക്കാണ്. സ്പോയിലർ ഫ്രീ വീഡിയോ ആണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സിനിമ കാണാനുള്ള ഒരു ഇൻസ്പിറേഷൻ, ഒരു സിനിമയെ പറ്റിയുള്ള ഒരു ഇൻട്രോയും മെയിൻ തീമും പറഞ്ഞ് നിങ്ങളെ മൂവി സജഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം കഥ വരുന്നത് ആൻഡ്രിയ സാക്സ് എന്ന പെൺകുട്ടിയുടെയാണ്. ഇപ്പം ആൻഡ്രിയ സാക്സിനെ അവതരിപ്പിച്ചിട്ടുള്ളത് ആൻ ഹാത്തവേ ആണ്. എല്ലാവരും അവളെ ആൻറ്റി എന്ന് വിളിക്കുന്നു. അവൾ ഒരു ഫ്രഷ് ഗ്രാജുവേറ്റാണ്. ജേർണലിസം പഠിച്ചിട്ടുള്ള, സീരിയസ് ആയിട്ട് ഒരു ജേർണലിസ്റ്റ് ആവണമെന്ന ആഗ്രഹമുള്ള, അത് സ്വപ്നം കാണുന്ന ഒരു നോർമൽ പെൺകുട്ടി. അവൾക്ക് ഫാഷനോടൊന്നും താല്പര്യമില്ല. ഫാഷനൊക്കെ ഒരു ടൈം വേസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് അവൾ ഇതുവരെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അവൾക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത് എവിടെയാണെന്നറിയോ? ന്യൂയോർക്കിൽ തന്നെ ലോക പ്രശസ്ത ഫാഷൻ മാഗസിനായിട്ടുള്ള റൺവേയിലേക്കാണ്. അവിടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എഡിറ്റർ ഇൻ ചീഫാണ് മിറാൻഡ പ്രീസ്റ്റ്ലി. ആ പുള്ളിക്കാരിനെ അവതരിപ്പിച്ചത് നമ്മുടെ മെറി സ്ട്രീപ്പാണ്. അങ്ങനെ ഇവരുടെ ജൂനിയർ അസിസ്റ്റൻ്റായിട്ടാണ് നമ്മുടെ ആൻറ്റിക്ക് ആദ്യത്തെ പൊസിഷൻ. ഇപ്പോൾ മിറാൻഡ പ്രീസ്റ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിവിങ് ലെജൻഡാണ്. അവരുടെ ഒരൊറ്റ നോട്ടം മതി ആളുകളെ വരയ്ക്കാൻ. അവർക്കെപ്പോഴും ആരോട് എന്ത് ചോദിച്ചാലും യെസ് മാത്രമേ കേൾക്കൂ. അതായത് അവരെന്ത് ഡിമാൻഡ് ചെയ്താലോ, അവരെന്ത് പറഞ്ഞാലും മറ്റുള്ളവർ അതൊക്കെ നടത്തി കൊടുക്കണം. അങ്ങനൊരു ടൈപ്പ് സ്ത്രീയാണ് അവർ. ഇപ്പോൾ ചില അസാധ്യമായ ഡിമാൻഡ്സ്, അപ്രതീക്ഷിത ജോലികൾ, 24 മണിക്കൂറും ഫോണിൽ ലഭ്യമായിരിക്കുക, ഇതൊക്കെ ആൻറ്റിയുടെ ജോബിൻ്റെ ഭാഗമാണ്. ആദ്യം ആൻറ്റി ഈ ലോകത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പയ്യെ പയ്യെ അവൾ മാറി തുടങ്ങും. അവളുടെ വസ്ത്രങ്ങൾ, ഹെയർ സ്റ്റൈൽ, കോൺഫിഡൻസ് എല്ലാം മാറുന്നു. അവൾ ഫാഷനെ മനസ്സിലാക്കി തൻ്റെ കഴിവ് തെളിയിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അതിന് അവൾ വലിയൊരു വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള നീറ്റ്, റൂംമേറ്റ് ആയിട്ടുള്ള ലില്ലി, പഴയ സുഹൃത്തുക്കൾ എല്ലാവരും അവളിൽ നിന്ന് അകലാൻ തുടങ്ങും. ചിലപ്പോൾ അവർക്ക് തന്നെ തോന്നി ഞാൻ ആരായിപ്പോയെന്ന്. മെറിൽ സ്ട്രീപ്പിൻ്റെ പെർഫോമൻസ് ഒരു മാസ്റ്റർ ക്ലാസ് ആണ്. എവ്രിബഡി വാണ്ട്സ് ടു ബി എസ് എന്ന ഡയലോഗ് ഇപ്പോഴും ആളുകൾ ഓർക്കുന്നുണ്ട്. ഇതിലെ ഒരു പ്രധാന സീനുണ്ട്. മിറാൻഡ തൻ്റെ 2 മക്കളുടെയും കസ്റ്റഡി ബാറ്റിലിനെ കുറിച്ച് ആൻറ്റിയോട് സംസാരിക്കുന്നത്. അപ്പോൾ മാത്രമാണ് ആദ്യമായിട്ട് അവരവരുടെ നോർമൽ സൈഡ് ആൻറ്റിയെ കാണുന്നത്. അതായത് ഒരു സെലിബ്രിറ്റി അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഡീവ അല്ലാത്ത ഒരു നോർമൽ മനുഷ്യ സ്ത്രീ എന്നൊരു സൈഡ് ആദ്യമായിട്ട് നമ്മളും കണ്ടതപ്പോഴാണ്. ഇപ്പം നമുക്കതിൽ നിന്ന് മനസ്സിലാവാം അവരവരുടെ കരിയറിന് വേണ്ടിയിട്ട് വലിയധികം വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. ആൻറ്റിയുടെ മറ്റൊരു മെൻറ്ററായിട്ടുള്ള നൈഗൽ, പുള്ളീനെ അവതരിപ്പിച്ചിരിക്കുന്നത് സ്റ്റാൻലി ടുക്കിയാണ്. അത് വളരെ നല്ലൊരു കഥാപാത്രമാണ്. അദ്ദേഹം ആൻറ്റിയോട് പറയുന്നത് നീ ഇവിടെ നിന്ന് എന്തെങ്കിലും പഠിക്കുക എന്നാണ്. അതായത് ഇപ്പോൾ ആൻറ്റീനെ സംബന്ധിച്ച് ആൻറ്റിക്ക് ഇഷ്ടമുള്ള ജോലിയായിരുന്നില്ല അല്ലേ, പക്ഷെ അവളോടെ പെട്ടുപോവുകയും ചെയ്തു. ഇപ്പോൾ തുടക്കത്തിൽ അവൾ അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി തുടങ്ങുന്ന ടൈമിൽ കൊടുക്കുന്ന ഒരു ഉപദേശമാണിത്. നമ്മൾ എവിടെയാണോ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക, ഈവൻ ഇഫ് വി ഡോണ്ട് ലൈക്ക് ദ പ്ലേസ്. ഓക്കെ, ഇനി നമുക്ക് സിനിമയുടെ മെയിൻ ഭാഗത്തിലേക്ക് എടുക്കാം. അതാണ് ഫെമിനിസം. സിനിമ നമ്മളോട് ചോദിക്കുന്നത് ഒരു സ്ത്രീ വിജയിക്കണമെങ്കിൽ അവർക്ക് എത്ര വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ്. മിറാൻഡ പ്രീസ്റ്റ്ലി ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫാഷൻ ഇൻഡസ്ട്രിയിലെ ടോപ്പിലെത്തിയ സ്ത്രീയാണ്. അതുകൊണ്ട് അവരെ എല്ലാവരും ഡെവിൾ എന്ന് വിളിക്കുന്നുണ്ട്. ഒരു പുരുഷൻ അതേ രീതിയിൽ സ്ട്രിക്റ്റ് ആണെങ്കിൽ അദ്ദേഹത്തെ സ്ട്രോങ് ലീഡർ എന്ന് വിളിക്കും. പക്ഷേ പകരം ഒരു സ്ത്രീയാണെങ്കിൽ അവളെ തലക്കനമുള്ളവൾ, ബോസി,
അല്ലെങ്കിൽ ഡെവ് ഇങ്ങനെയുള്ള പേരുകളാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്. ആൻറ്റിയുടെ ജീവിതം നമ്മളോട് പറയുന്നത് വെറും കരിയർ മാത്രം മതിയാവില്ല എന്നാണ്. നമ്മുടെ റിലേഷൻസ്, സന്തോഷം, സ്വന്തം മൂല്യങ്ങൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമയുടെ അവസാനം ആൻറ്റി ഒരു ധീരമായ തീരുമാനമെടുക്കുന്നു. അവൾക്ക് മനസ്സിലാകുന്നുണ്ട് വിജയം എന്നാൽ ജോബ് ടൈറ്റിലല്ല, നമ്മുടെ സ്വന്തം ടേംസിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇതാണ് യഥാർത്ഥ ഫെമിനിസം. വിമൻ ക്യാൻ ഹാവ് ഇറ്റ് ഓൾ എന്ന് ഫേക്ക് മോട്ടോ അല്ല, പകരം സ്ത്രീകൾക്ക് തങ്ങളുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന മെസ്സേജാണ് ഈ സിനിമ നൽകുന്നത്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിയങ്ക ചോപ്ര, പുള്ളിക്കാരി കരിയറിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന ടൈമിലാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം ഒരു കുട്ടി എന്നുള്ള പ്ലാൻ അവർക്ക് വന്നു. പക്ഷെ അവർ ഡിസൈഡ് ചെയ്യുകയാണ് അവർക്ക് അവരുടെ ബോഡി അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ട് കീപ്പ് ചെയ്യണം. അപ്പം അതിനെ കുട്ടിയുടെ തടസ്സമാവാൻ പാടില്ല. അപ്പം അവരെന്ത് ചെയ്തു, അവർ ഒരു സർഗസി വഴി ഒരു കുട്ടിയെ ഉണ്ടാക്കി. നെക്സ്റ്റ് കേസ് നോക്കാം. നമ്മുടെ നാട്ടിൽ പാർവതി ജയറാം അല്ലെങ്കിൽ സംയുക്ത വർമ്മ, ഇവരൊക്കെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞവരാണ്. അത് കഴിഞ്ഞ് അവരെ തന്നെ ഡിസൈഡ് ചെയ്യുകയാണ്, ഓക്കെ എനിക്ക് കുറച്ചും കൂടെ പേഴ്സണൽ ലൈഫിൽ ഫോക്കസ് ചെയ്യണം എന്ന് വെച്ചിട്ട് അവരവരുടെ ഫിലിം കരിയറോട് നിർത്തി. വേറൊരു എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കരീന കപൂറാണ്. കരീന കപൂറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സിറ്റുവേഷൻ. അവൾ പീക്ക്, അതായത് ബോളിവുഡ് അടക്കി വാഴുന്ന സമയത്ത് കല്യാണം കഴിയുന്നു. അവൾക്ക് 2 പിള്ളേരുണ്ടാവുന്നു. അവളുടെ ബോഡി മാറുന്നുണ്ട്. അവൾ സൈസ് 0 വരെ പോയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ 2 പിള്ളേരുടെ അമ്മ എന്നുള്ള ഒരു ബോഡിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതും പേഴ്സണൽ ലൈഫും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേർക്കും സൊസൈറ്റി എങ്ങനെ അവരെടുത്ത് റിയാക്ട് ചെയ്തു എന്നാണ്. പ്രിയങ്ക ചോപ്രയുടെ കേസിൽ മാത്രമാണ് സൊസൈറ്റി എതിര് നിന്നത്. എന്തുകൊണ്ടാണ്? സ്വന്തം കുട്ടിയെ സ്വന്തം ബോഡിയിൽ നശീകരണം വെച്ചിട്ട് കുട്ടിയെ സർഗസ്യ വഴി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കരീന കപൂറിനോ അല്ലെങ്കിൽ മറ്റ് മലയാളി നടിമാർക്കോ ഈ ഒരു പ്രശ്നം വന്നില്ല. അതൊക്കെ എന്താ, അവർ പേഴ്സണൽ ലൈഫിനും മുൻതൂക്കം ഒരുപോലെ കൊടുത്തു എന്നുള്ളതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ആരുടെ കൂടെ നിന്നോന്നല്ല, നമുക്ക് ആസ് എ വുമൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റണം നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ് ചെയ്യേണ്ടതുണ്ടോ എങ്കിൽ അതെന്താണെന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ഈവൻ ഇഫ് അത് നിങ്ങളുടെ പാർട്ട്ണർ ആവാം, പാരൻസ് ആവാം, അല്ലെങ്കിൽ സോ കോൾഡ് സൊസൈറ്റി ആവാം. ഓക്കെ, ഇനി അവസാനമായ ഒരു കാര്യം, ദ ഡെവിൾ വെയർസ് പ്രാഡ നമ്മോട് പറയുന്നത് ഇതാണ്: ഗ്ലാമർ, പണം, പവർ എല്ലാം നല്ലതാണ്, പക്ഷേ അതിലൊന്നും നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഇപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രാൻഡിയോട് നിങ്ങൾക്ക് സിമ്പതിയാണോ അതോ ആൻറ്റിയോടാണോ കൂടുതൽ റിലേറ്റബിൾ ആവുന്നത്? തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങളിതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണത്. കാണുക മാത്രമല്ല, കണ്ടതിന് ശേഷം അഭിപ്രായം എന്നെ അറിയിക്കണം. ഇനിയിപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാ പേജിൽ കിട്ടുന്നുണ്ടായി, ഇത്രയും കൂടെ ലേഡീസിന് റിലേറ്റബിൾ ആയിട്ടുള്ള മൂവീസ് ചെയ്യാൻ. അങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് കമൻ്റായിട്ട് നിൽക്കാം. തീർച്ചയായും ഞാനത് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ താങ്ക് യു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബൈ.